തേനീച്ചകളില്ലാത്ത ലോകത്തെപ്പറ്റി നിങ്ങൾക്ക് ചിന്തിക്കാനാവുമോ? എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് കൊട്ടാരക്കര കിഴക്കേത്തെരുവ് പാലനിരപ്പിൽ AB നാച്ചുറൽ ഹണി സെൻ്ററിലാണ് വന്നിരിക്കുന്നത്. തേനീച്ച വളർത്തലും അതുപോലെ തേൻ സംഭരിക്കുന്നതും എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ ചോദിച്ച് മനസ്സിലാക്കാം. AB നാച്ചുറൽ ഹണി ബി കീപ്പിംഗ് സെൻ്ററിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഒരു കുടുംബശ്രീ സംരംഭമാണ് ഇത്. മേലിലെ ഗ്രാമപഞ്ചായത്ത് ചെങ്ങമനാടാണ്, കൊട്ടാരക്കര. അപ്പോൾ നമുക്ക് മുകളിലോട്ട് പോയിട്ട് എബിച്ചേട്ടൻ്റെ അടുത്ത് പോയി ബാക്കി വിശേഷങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങൾ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യുക. എൻ്റെ പേര് എബി, കൊട്ടാരക്കരയാണ് വീട്. എനിക്ക് നല്ലൊരു 15 കൊല്ലത്തിന് മുമ്പിട്ട് എനിക്കൊരു ആക്സിഡൻറ്റ് ഉണ്ടായി. ഞാൻ ബാംഗ്ലൂരിലായിരുന്നു വർക്ക് ചെയ്യുന്ന സമയത്ത്. ആക്സിഡൻറ്റ് ഉണ്ടായ സമയത്ത് ഇതുമാതിരി ഇപ്പം വടിയിലാണ് നടക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നടുവെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പൈനൽ കോഡിന് പൊട്ടലുണ്ടായിരുന്നു. അങ്ങനെ അരയ്ക്ക് താഴോട്ട് ബലക്കുറവുണ്ട്. അതുകൊണ്ടാണ് ഈ വടി കൊണ്ട് നടക്കുന്നത്. പക്ഷേ നമുക്കൊരു ഉപജീവനമാർഗ്ഗം ഇല്ലാതെ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് നമ്മൾ ഈ തേനീച്ച വളർത്തലിലേക്ക് കടന്നു വന്നത്. അതിന് നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വെട്ടിക്കൊലയുള്ള രാധാകൃഷ്ണൻ ചേട്ടനൊക്കെ നമ്മളെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇവിടെ തേനീച്ച കൃഷി തുടങ്ങുകയും അതിൽ നിന്നൊരു വരുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മുടെ ഉപജീവനം കഴിച്ചു പോവുകയും ചെയ്യുന്നുണ്ട്. വളർത്താൻ ഉദ്ദേശിക്കുന്നവർ, ഇപ്പോൾ നിലവിൽ വളർത്തിക്കൊണ്ടിരിക്കുന്നവർക്കൊക്കെ എന്താണ് ഇതിനെപ്പറ്റി ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത്? തേനീച്ച വളർത്താൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് കടന്നു വരുന്ന ആൾക്കാർ ഒരേ സൈസ് പെട്ടികൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെട്ടിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ഭാഗങ്ങളാണുള്ളത്. ഒരു പെട്ടിയായിട്ടുള്ളതല്ല, പല ഭാഗങ്ങൾ ചേരുന്നതാണ് ഒരു പെട്ടി എന്ന് പറയുന്നത്. ഇതിപ്പം അടിത്തട്ടെന്ന് പറയും. അടിത്തട്ട്, ഇത് ബ്രൂഡ് ചേമ്പർ എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്താണ് തേനീച്ച വളർത്തുന്നത്. ഇതിനകത്താണ് നമ്മൾ തേനെടുക്കുന്നത്. തേനാറ അല്ലെന്നുണ്ടെങ്കിൽ ഹണി ചേമ്പർ എന്ന് പറയും, മേൽമൂടി എന്ന് പറയും. ഈ പല കൂടുകൾ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ ഒരേ സൈസ് അല്ലെന്നുണ്ടെങ്കിൽ ഇത് തമ്മിൽ മാറ്റാവാതിരിക്കും, ഗ്യാപ്പുകൾ വരും. അന്നേരം ഒരേ സൈസ് പെട്ടികൾ തന്നെ നമ്മൾ വാങ്ങിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, അല്ലെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂടുകളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ആയാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വെക്കാൻ പറ്റും. അതിനോടൊപ്പം തന്നെ സൈസ് വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഫ്രെയിമുകളൊന്നും ഈ കൂടിനകത്ത് കിടക്കത്തില്ല. ഓരോന്നിനും ഓരോ സൈസ് ചെയ്യേണ്ടി വരും. ചെയ്യേണ്ടി വരും. അന്നേരം ഒരേ സൈസ് കൂടാന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. ഇതെന്ത് പലക കൊണ്ടാണ് ഈ കൂട് നിർമ്മിക്കുന്നത്? ഈ കൂടെന്ന് വെച്ച് കഴിഞ്ഞാൽ മരുത്, മുള്ളുവേങ്ങ, ഇത് രണ്ടുമാണ് നമ്മൾ ചെയ്യുന്നത്. മഹാഗണിക്കകത്ത് ചെയ്യാം. പിന്നെ വെറും ലോ കോസ്റ്റിൽ നമുക്ക് മാവ്, മറ്റേ കാതലില്ലാത്ത ആഞ്ഞിലി, അങ്ങനെയൊക്കെയുള്ള തടികളെല്ലാം ഉപയോഗിക്കാം. പക്ഷേ കുറച്ച് നല്ല സ്ട്രോങ് ആയിട്ട് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ മുള്ളുവേങ്ങ, മരുത്, അതും അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പുന്ന, തേക്ക്, അങ്ങനെയുള്ള തടികളൊക്കെ നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാൻ പറ്റും. ഇതെല്ലാം നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതല്ലേ? അതെ, നമുക്ക് ഓൾറെഡി നമ്മൾ റെഡിമെയ്ഡ് വാങ്ങിക്കുന്നതാണ് ഈ പെട്ടികൾ. നമ്മൾ ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ അതിലും ചാർജ് കൂടും. ഇത് സൈസുകളൊക്കെ എന്താ പറയുക? സൈസുകൾ എന്ന് പറയുമ്പോൾ വീതി എന്ന് പറയുന്നത് 9 ഇഞ്ചാണ്. 9 ഇഞ്ച്. നീളം എന്ന് പറയുന്നത് 10 ഇഞ്ച്, 10-10.25 ഇഞ്ച്. നമ്മളിത് ഈ തടിയുടെ കനം അനുസരിച്ച് ചിലപ്പം അളവ് വ്യത്യാസം വരും, കുറയുകയും ചെയ്യും. പക്ഷേ നമ്മൾ ഈ ഫ്രെയിമിൻ്റെ അളവാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ അളവ്, ഈ ഉള്ളളവ് നമ്മൾ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഇത് ചെയ്യാൻ പറ്റത്തില്ല. ഇത് ഉള്ളളവ് എന്ന് പറയുന്നത് 8 ഇഞ്ചുണ്ട്. ഇതിനകത്ത് കിടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 9.5 ഇഞ്ച്. ഈ 9.5 ഇഞ്ചിനകത്ത് നമ്മൾ ഫ്രെയിമുകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനകത്ത് കിടക്കും. വീതി കൂടി കഴിഞ്ഞാലേ ഈ ഫ്രെയിമുകൾ നമുക്ക് ഇതിനകത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള വെട്ടിക്കകത്തുനിന്നും ഇപ്പം നമ്മൾ നേരത്തെ ഡിവിഷൻ ചെയ്ത മാതിരി നമ്മൾ ഓരോ ഫ്രെയിമുകൾ ഇതിനകത്തോട്ട് എടുത്ത് വെക്കുമ്പോൾ ഇതിനകത്ത് ഇരിക്കണം. ഇരുന്നില്ലെന്നുണ്ടെങ്കിൽ പൊങ്ങിയും തന്നെയല്ല. ഈ ഫ്രെയിമുകൾ ഉണ്ടാക്കുന്ന സമയത്ത് ബി സ്പേസ് എന്നുള്ള ഒരു തത്വത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ ഈ ഫ്രെയിമുകൾ നിർമ്മിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് അടകൾ തമ്മിലുള്ള ഗ്യാപ്പ് ഏതാണ്ട് ഒരു 11-12 ഗ്യാപ്പ് വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഈച്ചകൾക്ക് 2 അടകളിൽ
സ്വതന്ത്രമായിട്ട് സഞ്ചരിച്ച് വർക്ക് ചെയ്യാൻ സാധിക്കണം. അതാണ് അവരുടെ ഒരു തത്വം എന്ന് പറയുന്നത്. അതനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് ഈ പീസുകൾ കൊടുത്തേക്കുന്നത്. മനസ്സിലായില്ല? അന്നേരം നമ്മൾ ബി സ്പേസ് അനുസരിച്ച് ഉള്ള ഫ്രെയിമുകൾ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ബി സ്പേസ് നമ്മുടെ ഒരു 11 12 ഗ്യാപ്പ് നമ്മുടെ കണ്ണിൽ അത് കാൽക്കുലേഷൻ ചെയ്ത് വെച്ചേക്കണം. അതനുസരിച്ച് ഈ വെട്ടില്ലെങ്കിൽ പോലും നമ്മൾ അതിനകത്ത് ഗ്യാപ്പിനനുസരിച്ച് ഇട്ട് കൊടുക്കുമ്പോൾ ഒരു കറക്റ്റായിട്ട് ഫ്രെയിമുകൾ. ഇതുപോലെ തന്നെയാണോ ചെറുതേന്റെ പെട്ടിയും വരുന്നത്? അല്ല, ഇതിനകത്ത് ചെറുതേന്റെ പെട്ടികൾക്ക് ഇതിനകത്തൊന്നും ഫ്രെയിമുകളില്ല. അതിന്റെ അറകളെല്ലാം എങ്ങനെ ആയിരിക്കും? അതിനെ കാണിക്കാം. ഇത് ചെറിയൊരു ബോക്സാണ്. ഇത് 2 അടപ്പ് മാതിരിയുള്ള പെട്ടികളാണ്. ഇതിനകത്ത് ഒരു ഹോളുണ്ട്. ഇതിനകത്ത് നമുക്ക് ഈസി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഡിവിഷൻ നടത്താൻ സാധിക്കും എന്നുള്ളതാണ് ഈ കൂടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാതിലിനോട് ചേർന്നിട്ടായിരിക്കും ഇതിൻ്റെ മുട്ടയും പുഴുവും സംവിധാനങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അത് ഇവിടെയും കാണും. ഈ രണ്ട് പാർട്ടിലും ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഇത് പൊളിക്കുന്ന സമയത്ത് 2 പാർട്ടായിട്ട് കിട്ടും. നമുക്കിത് ഇളക്കി വെക്കേണ്ട കാര്യമില്ല. ഒരു ഭാഗത്തായിട്ട് മാത്രം വരുവാണെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഇളക്കി വെച്ചാൽ മതി. ഇപ്പോൾ 2 പാർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിവിഷൻ ചെയ്യുമ്പോൾ 2 പപ്പാതി കിട്ടും. പപ്പാതി കിട്ടിയിട്ട് റാണിയെ നമ്മൾ നോക്കി ഇതിൻ്റെ അകത്ത് കാലിപ്പെട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുമാതിരി വേറൊരു പെട്ടിയുടെ വെച്ച് അടയ്ക്കുമ്പം നമുക്ക് ഡിവിഷൻ പെട്ടെന്ന് ചെയ്യാൻ പറ്റും, കുത്തി ഇളക്കാതെ. മറ്റേതിനകത്ത് റാണി സെല്ലും ഉണ്ടായിരിക്കണം. ഇതിപ്പോൾ ഇതുമാതിരി സെൻറ്ററിൽ ഒരു പീസ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുട്ട ഉള്ള ആ ഭാഗം ഒരു സെഷനായിട്ടും മറ്റേ ബാക്കി വരുന്ന തേന് ഈ സെഷനായിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. ഇതിനകത്ത് തന്നെ ഈ ബാക്കി വരുന്ന സ്പേസ് എന്ന് പറയുന്നത് വർക്കിംഗ് സ്പേസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു അടകൾ വലിച്ച് എടുക്കുമ്പോൾ ഈച്ചകൾക്ക് നോവും. എന്നിട്ട് നമ്മൾ കുറച്ച് മാറ്റി അങ്ങോട്ട് വെച്ചുമ്പോൾ ഗ്യാപ്പ് ആവും, നമുക്ക് ഫ്രീ ആയിട്ട് എടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഒരു ഫ്രെയിം കൂടെ കിടക്കത്തക്ക രീതിയിലുള്ള സ്പേസ് ആണ് ബാക്കി കിടക്കുന്നത്. മൊത്തം എത്ര? 2, 4, 6 ഫ്രെയിമുകളാണ് ചട്ടങ്ങൾ. എന്നിട്ട് ഒരെണ്ണം ഇതിനകത്ത് കിടക്കും. അത് നമ്മൾ ഇടത്തില്ല. നമ്മൾ കഴിഞ്ഞാൽ നമുക്ക് ആ അടകൾ വലിച്ചെടുക്കുമ്പോൾ ഈച്ചകൾക്ക് കുത്തു കൂടുതൽ. നമ്മളിപ്പോൾ നേരത്തെ തേനെടുത്തതും അതൊക്കെ കാണിച്ചില്ല. അതിനകത്തൊന്നും നമ്മൾ പോയ്ക്ക് ഒന്നും ചെയ്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഫ്രീ ആയിട്ട് എടുക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് ജനുവരി ഒരു പകുതി ഒക്കെ ആകുമ്പോഴത്തേക്കും തേനെടുക്കാൻ പാകത്തിലുള്ള ഒരു കൂടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിറഞ്ഞു കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 അടയും ഫുള്ളായിട്ടുള്ള ഈച്ചയുടെ മേലോട്ട് അടകൾ കെട്ടാൻ തുടങ്ങുന്ന ഒരു പരുവത്തിൽ നമ്മൾ ഈ 6 അടയെന്ന് ഏതെങ്കിലും നമുക്ക് അവർ ഉപേക്ഷിച്ചതാവാം, അതല്ലെന്നുണ്ടെങ്കിൽ പുതുതായിട്ട് കിട്ടുന്നതാവാം, ആണീച്ചകളുടെ ആവാം, എന്തൊരു അവർക്ക് വേണ്ടാത്തൊരട നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമ്മളിതിനെ എടുത്തിട്ട് നമ്മളിതിനെ കട്ട് ചെയ്തിട്ട് കാലി ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ ഒരാഴ്ച കൊണ്ടൊക്കെ അവർ ഇത് പുതുതായിട്ട് കെട്ടിക്കോളും. എന്നിട്ട് നമ്മളിതിനെ കട്ട് ചെയ്തിട്ട് നടുവേ കീറും. നടുവേ കീറി കഴിഞ്ഞാൽ നമുക്ക് 2 പാർട്സ് കിട്ടും. അത് നമ്മൾ 2 ഫ്രെയിമിനകത്ത് വെച്ച് ഇതുമാതിരി കെട്ടിക്കൊടുക്കും. നമുക്ക് റബ്ബർ ബാൻഡ് ഇടാം. ചെറിയ പീസാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. രണ്ട് സൈഡിലെ റബ്ബർ ഇട്ട് കൊടുക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉറച്ചിരിക്കുകയാണുള്ളതേ ഉള്ളൂ. അത് പറ്റിയാകുമ്പോഴത്തേക്ക് ഇവരെല്ലാം ഫുൾ ഉറപ്പിച്ചിട്ട് ബാക്കി അവർ ചെയ്തോളും. മുകളിലോട്ട് അവർ കെട്ടിക്കോളും. പിന്നെ അടിയിൽ നിന്ന് നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മൾ ഈ അട എങ്ങനെ ഇരിക്കുന്നു, ഇപ്പോൾ താഴോട്ടിരിക്കുന്ന അടകൾ നമ്മൾ മേലോട്ട് തിരിച്ച് കെട്ടിക്കൊടുക്കാനായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ പണി അവർക്ക് എളുപ്പമായിരിക്കും. അങ്ങനെ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അവരത് മെയിൻറ്റെയിൻ ചെയ്തോളും. എന്നിട്ട് ഇപ്പോൾ 2ആയിട്ട് മുറിച്ചിടാൻ വേണ്ടിയിട്ടുള്ള ഈച്ചകളൊന്നും ഇല്ല, എന്നാലും ഒരെണ്ണം എടുക്കുകയും വേണം നമുക്ക്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരട ഫുള്ളായിട്ട് നമുക്ക് ഇതുമാതിരി എണ്ണ വെച്ച് കെട്ടിക്കൊടുക്കാം. ഇതുമാതിരി തന്നെ നമുക്ക് ഒരുപാട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അട കെട്ടേണ്ട, ഇതിനാണ് ഈ സൂപ്പറിൽ അട കെട്ടേണ്ട കാര്യം ഇല്ല.
അവർക്ക് തേൻ കിട്ടുന്ന തേന് കൊണ്ടുവന്നിട്ട് നിറച്ചാൽ മാത്രം. അങ്ങനെ ഫുള്ളായിട്ട് കെട്ടി കൊടുക്കുന്നവരുണ്ട്, ഒരു ബേസ് ഇട്ട് കൊടുക്കുന്നവരുണ്ട്, പകുതി ഇട്ട് കൊടുക്കുന്നവരുണ്ട്, കോണോട് ഇങ്ങനെ മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നവരുണ്ട്. അങ്ങനെ ഓരോരുത്തരുടെ സ്റ്റൈൽ അനുസരിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ ഹണി ചേമ്പറിൻ്റെ മുകളിലേക്ക് നമ്മൾ വെച്ച് കൊടുക്കും. പിന്നെ കറക്റ്റ് സീസൺ എപ്പോഴാണ്? ജനുവരി ഒരു പകുതി കഴിഞ്ഞിട്ട് നമ്മൾ 1-2 ഫ്രെയിമുകൾ നമ്മൾ ഇട്ട് കൊടുക്കും. അത് കെട്ടി വരുന്നതിനനുസരിച്ചിട്ട് വീണ്ടും അടിയിൽ നിന്ന് നമ്മൾ വേസ്റ്റ് ആയിട്ടുള്ള അടകളോ പുതിയ അടകളോ നമ്മൾ എടുത്തിട്ട് നമ്മൾ വീണ്ടും അടുത്ത 2 ഫ്രെയിമിനകത്തോ 3 ഫ്രെയിമിനകത്തോ അല്ലെന്നുണ്ടെങ്കിൽ 1 ഫ്രെയിമിനകത്തോ, അത് കാലാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ട് നമ്മൾ ഓരോന്ന് അങ്ങനെ 5 ഫ്രെയിമുകൾ നമ്മൾ ഹണി ചേമ്പറിൽ വെച്ച് കൊടുക്കും. വീണ്ടും നമുക്ക് സൂപ്പറുകൾ 1-2 മുകളിലേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ സൈസുള്ള പെട്ടിയാണെങ്കിൽ നമുക്കിങ്ങനെ മുകളിലേക്ക് വെച്ച് കൊടുക്കാൻ പറ്റത്തുള്ളൂ. എത്ര തട്ടുകൾ വേണമെങ്കിലും വെച്ച് കൊടുക്കാം. നമുക്ക് ഈ കൂടിൻ്റെ വളർച്ചയ്ക്ക് അനുസരിച്ചിട്ട് എത്ര സൂപ്പർ വേണമെങ്കിൽ നമുക്ക് വെച്ച് കൊടുക്കും. പക്ഷേ ഒരു 2 സൂപ്പറാണ് സ്റ്റാൻഡേർഡായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കോളനി എന്ന് പറയുന്നത്. കൂട് വളരുന്നതിനനുസരിച്ചിട്ട് ഇവർക്ക് പിരിഞ്ഞു പോകാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. അപ്പം ആ പിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന പരിപാടികളൊക്കെ ഉണ്ട്. അത് ഏറെ കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സമയത്ത് ചെറിയ കല്ലുകളോ ചെറിയ തടി പീസുകളോ വെച്ചിട്ട് ചെറുതായിട്ട് ഗ്യാപ്പ് കൊടുക്കും. എന്ന് വെച്ചാൽ എയർ സർക്കുലേഷൻ നടക്കാൻ വേണ്ടി. അങ്ങനെ ഒരു സെറ്റ് പിരിഞ്ഞ് പോകാനുള്ളതിൻ്റെ ടെൻഡൻസി കുറയ്ക്കുക എന്നുള്ളതാണ്. എന്നിട്ട് ഇതിനകത്ത് എയർ സർക്കുലേഷൻ നടത്തുക എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് ഒരു 2 തട്ട് 3 തട്ടൊക്കെ ഉള്ള കൂട്ടിയിൽ നമുക്ക് നല്ല രീതിയിൽ തേൻ കിട്ടും. ഇതിനകത്താണ് നമ്മൾ ഫീഡ് കൊടുക്കുന്നത്. ഇത് നമ്മൾ ഓഫ് സീസണിൽ നമ്മൾ ഫീഡ് കൊടുത്തേ വരത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ഫീഡ് കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ ഈ ഈച്ചകൾ ഫീഡുള്ള സ്ഥലത്തേക്ക് കൂട് വിട്ട് പോകും. അതുകൊണ്ട് നമ്മൾ ഈ കൂട്ടിൽ ഓഫ് സീസണിൽ നമുക്ക് കൂട് നിലനിർത്തണമെന്നുണ്ടെങ്കിൽ ഫീഡ് തീർച്ചയായിട്ടും കൊടുത്തിരിക്കണം. ഇതാണ് നമ്മുടെ ഒരു കോളനി എന്ന് പറയുന്നത്. ഫുൾ സെറ്റ് കോളനി എന്ന് വെച്ച് കഴിഞ്ഞാൽ 1, 2, 3, 4, 5, 6 ഫ്രെയിമുകളും ഫുള്ളായിട്ടുള്ള ഒരു കൂടിനെയാണ് ഫുൾ സെറ്റ് കോളനി എന്ന് പറയുന്നത്. ഈ കോളനിയിൽ വേലക്കാരി ഈച്ചകളുണ്ട്, ആണീച്ചകളുണ്ട്, റാണി ഈച്ചയുണ്ട്. അങ്ങനെ 3 തരത്തിലുള്ള ഈച്ചയാണ് ഉള്ളത്. ഈ കാണുന്നതെല്ലാം വേലക്കാരി ഈച്ചകളാണ്. കണ്ടില്ലേ? ഈ കാണുന്നതെല്ലാം വേലക്കാരി ഈച്ചകളാണ്. ഇതാണ് ഇതിൻ്റെ സമാധി സ്റ്റേജ് എന്ന് പറയുന്നത്. ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പുഴുവിൻ്റെ പല വിധത്തിലുള്ള സ്റ്റേജുകൾ കാണാൻ പറ്റും. ചെറിയ പുഴു, വലിയ പുഴു. അത് 8-9 ദിവസം അത് സമാധി ദശയിലേക്ക് പോകും. ഇങ്ങനെ അടഞ്ഞു വരും. എന്നിട്ട് 21 ദിവസം ഈ വേലക്കാരികൾ വിരിഞ്ഞിറങ്ങും. ആ ഹോളിൻ്റെ ഉള്ളിൽ അതിനകത്ത് നമുക്ക് ഈ വേലക്കാരി ഈച്ചകളുടെ ആവേണ്ടുന്ന മുട്ട വിരിഞ്ഞ് പുഴുവാകുന്നതും പുഴുവിൻ്റെ പല സ്റ്റേജുകളും എന്നിട്ട് സമാധിയായി വരുന്ന അവസ്ഥയൊക്കെ കാണാൻ പറ്റും. റാണി എന്ന് പറയുന്നതാണ് ഇത്. മറ്റുള്ള ഈച്ചകളെക്കാളും കുറച്ചുകൂടെ വലുപ്പമുള്ള ഈച്ചയാണ് റാണി എന്ന് പറയുന്നത്. കണ്ടില്ലേ? ഈ കാണുന്നു. കണ്ടില്ലേ? ഒരു റാണി കാണത്തുള്ളൂ. ഒരു റാണിയെ കാണത്തുള്ളൂ. ഈ കോളനിയെ നമ്മൾ ഡിവിഷൻ ചെയ്ത് 2ആക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ ഈ കോളനിയിലുള്ള ഈ റാണിയെ നമ്മൾ വേറൊരു കൂട്ടിലേക്ക് മാറ്റും. അപ്പോൾ നമ്മൾ ഊതിയുണ്ടങ്ങ് പോയത് ആ മേലോട്ട് കയറുന്നില്ലേ? ഓരോ ഹോളുകളും പരിശോധിക്കുക. മുട്ടയിടാൻ പാകമായിട്ടുള്ള കൂടുകളാണോ അല്ല ഹോളുകളാണോ. അത് മുട്ടയിട്ട് കഴിഞ്ഞിട്ട് അങ്ങ് പോകും. മുട്ടയിട്ട് അങ്ങ് പോകും. വേലക്കാരി ഈച്ചകൾ വന്നിട്ട് അതിന് ആവശ്യമായിട്ടുള്ള ഫുഡ് കൊടുക്കും. സൈഡിൽ കൊടുക്കും. അപ്പുറത്ത് പോയി നമ്മൾ ഈ കോളനിയിലെ റാണിയെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേറെ കൂട്ടിലേക്ക് മാറ്റാം.
വേറൊരു കോളനി ആക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ ഓരോ അടകളും പരിശോധിച്ചിട്ട് ഇത് സാമാന്യം നല്ലൊരു അടയാണ്, ഇത് നല്ല മുട്ടയും പുഴുവും വിരിഞ്ഞിറങ്ങാൻ പാകത്തിലുള്ള സമാധി ദശയിലുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. അതുപോലെ നമ്മൾ 2 കൂട്ടിലും ഇതിപ്പം എന്ന് പറയുന്നത് കാലിയായിട്ടുള്ള ഒരു അടയാണ്. അത് നമ്മൾ റാണിയുള്ള കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഇതിനകത്ത് മുട്ട ഇട്ടിട്ട് അവർക്ക് പെട്ടെന്ന് കൂടുതൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അല്ലാതെ റാണി ഇല്ലാത്ത കോളനി കൊടുത്തു കഴിഞ്ഞാൽ അത് കരിഞ്ഞുണങ്ങി അത് നശിച്ചു പോകത്തേ ഉള്ളൂ. അതുകൊണ്ട് നമ്മളിത് തീർച്ചയായിട്ടും നമുക്ക് റാണിയുള്ള കോളനിയിൽ കൊടുക്കാം. ഈ കൂടാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഇതിനെ ഇവിടെ തന്നെ വെച്ച് റാണിയുള്ള ഫ്രെയിം അവിടെ വെച്ചിട്ടുണ്ട്. അത് നമ്മൾ തിരിച്ചെടുത്ത് വെക്കും. കൂടുതൽ കൈകാര്യം ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരെണ്ണം കൂടെ നമ്മൾ വെച്ചായിരുന്നു. അതും നമ്മൾ ഇതിനകത്ത് വെച്ചു. ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കൂടുതൽ ഡിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 4-ും 2 ഇട്ട് പിരിക്കുന്നത്. ഇതിനകത്ത് അത്യാവശ്യം ഈച്ചയുണ്ട്, മുട്ടയുണ്ട്, സമാധിയുണ്ട്, ഒരു കാലി ഫ്രെയിമുണ്ട്. രണ്ട് ഫ്രെയിമുകൾ അതിനകത്ത് ഇട്ടു. ഇതിനെ അടച്ച് മാറ്റി വെച്ചു. നേരത്തെ ഇരുന്നതുപോലെ സൂപ്പർ എടുത്ത് വെച്ചു. ഇത് തീറ്റ കൊടുക്കുന്ന പാത്രമാണ്. ഇത് നമുക്ക് ഓഫ് സീസണിൽ നമ്മൾ ഇതുമാതിരി തീറ്റ കൊടുത്തേ പറ്റുള്ളൂ. ഡിവിഷൻ ചെയ്ത കോളനിയിൽ നമുക്ക് ഈ സൂപ്പർ വെക്കാതെ തന്നെ അടിയിൽ നമുക്ക് വെച്ച് തീറ്റ കൊടുക്കാവുന്നതേ ഉള്ളൂ. ട്രേ വെച്ചിട്ട് നമുക്ക് തീറ്റ കൊടുക്കാം. അതിനോടൊപ്പം തന്നെ പൂമ്പൊടി കൊടുക്കുന്ന പാത്രം അടച്ചു. അങ്ങനെ ഒരു കോളനി നമുക്ക് ഡിവിഷൻ ചെയ്യാൻ പറ്റി. ഇതിപ്പോൾ നമ്മളൊരു കോളനി 2ആയിട്ട് ഡിവിഷൻ ചെയ്ത് മാറ്റി. അടിയിലുള്ളതിനകത്ത് റാണിയില്ല, ഇതിനകത്ത് റാണി ഉള്ള കോളനിയായത്. ഇതിനെ നമ്മൾ ഒരു അര കിലോമീറ്റർ അല്ലെങ്കിൽ 1 കിലോമീറ്റർ എന്തെങ്കിലും ദൂരെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ 2 കൂടാക്കി നമുക്ക് മാറ്റാൻ പറ്റും. ഇപ്പം ഇതിനകത്ത് റാണിയുണ്ട്. റാണിയുള്ള കൂട് കൊണ്ടാണ് നമ്മൾ ദൂരേക്ക് പോകുന്നത്. റാണിയുള്ള കൂട് ദൂരെ കൊണ്ടുവച്ചു. ഇതിനകത്ത് ഇപ്പം റാണിയില്ല. റാണിയില്ലാത്ത സ്റ്റേജിൽ അവർക്ക് പെട്ടെന്ന് റാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേലക്കാരി ആവേണ്ടുന്ന ഒരു മുട്ടയോ പുഴുവോ എടുത്തിട്ട് ബീ ബ്രെഡ് കൊടുക്കാത്ത പുഴുവിനെ എടുത്തിട്ട് അവർ റാണി ആക്കാൻ വേണ്ടിയിട്ട് അവർ കൂടുതലായിട്ട് റോയൽ ജെല്ലി കൊടുക്കും. റോയൽ ജെല്ലി കൊടുത്തിട്ട് അതിനെ റാണിയാക്കി മാറ്റി 10 ദിവസം ഒക്കെ ആകുമ്പോഴത്തേക്കും ഈ കൂട്ടിലും റാണിയായിട്ട് മാറും. ഒന്നിലധികം റാണികളെ അവരുണ്ടാക്കും. പക്ഷേ നമ്മൾ ഒരെണ്ണത്തെ മാത്രം നിർത്തിയിട്ട് ബാക്കിയുള്ളതെല്ലാം നശിപ്പിച്ച് കളയും. അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ള കൂടുകൾ ഡിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തിട്ട് ഈ റാണി സെല്ലുകൾ നമ്മൾ കട്ട് ചെയ്ത് അതിന് കൊടുക്കുകയും ചെയ്യും. ഓഫ് സീസൺ ആണെങ്കിലും നമുക്ക് കുറച്ച് തേൻ നമുക്ക് കിട്ടിയിട്ട് കഴിച്ചു പോകാം. ജോൺ സീൽ ചെയ്തിട്ടുള്ള ഓഫ് സീസൺ ആണെന്നാണ് ഇങ്ങനെ ഹോളൊക്കെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ നല്ല നിറഞ്ഞിട്ട് ഫുള്ളായിട്ടിരിക്കും. ഇത് സീലായിട്ടുള്ള തേന് നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതുമാതിരി ചെത്തിയെടുക്കുക. ഇത് നമ്മളൊരു സൈഡിലേക്ക് നോക്കും. ഈ സൈഡിലുള്ള തേനെല്ലാം ഇതിനകത്ത് വന്നു. എന്നിട്ട് നമ്മളതിനെ തിരിച്ചു വെക്കും. ഈ സൈഡ് അങ്ങ് പോയി
തിരിച്ച് ഈ സൈഡിലോട്ട് വെക്കും. ഇത് വീണ്ടും നമ്മൾ രണ്ട് സൈഡും കാലിയായി. ഇത് ഹണി എക്സ്ട്രാക്ടർ എന്ന് പറയും. എന്നുവെച്ചാൽ തേനെടുക്കുന്ന മെഷീൻ. ഇതിൻ്റെ പ്രവർത്തനം എത്തുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് അനുസരിച്ചിട്ടാണ് ഇതിൻ്റെ പ്രവർത്തനം നടക്കുന്നത്. വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മെഷീനെ നമ്മൾ ഇത് തിരിക്കുമ്പോൾ ഈ പല്ലുകൊണ്ട് ഈ സാധനം കറങ്ങുകയും ഈ ഭാഗത്തുള്ള ഈ സൈഡിലോട് ചേർന്നിരിക്കുന്ന തേന് ഈ പാത്രത്തിൽ ഒന്ന് വീഴുകയും ചെയ്യും. നേരത്തെ കാണിച്ചപ്പോൾ വ്യക്തമായിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ തിരിച്ച് വെച്ചിട്ട് എടുക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ തത്വം എന്ന് പറയുന്നത് സെൻട്രിഫ്യൂഗൽ ഫോഴ്സാണ്. നമ്മളിങ്ങനെ കറക്കുമ്പോൾ അതിൻ്റെ ആ സ്പീഡ് കൊണ്ടാണ് തേൻ തെറിച്ച് ആ പാത്രത്തിലേക്ക് വീഴുന്നത്. അപകേന്ദ്ര ബലം എന്ന് പറയാൻ നമുക്ക്. ഒന്നാമത്തെ ടൂൾസാണ് ഇത്. രണ്ടാമത്തത് ഒരു ടൂൾസാണ് എന്താ അടക്കത്തി എന്ന് പറയുന്നത്. ഇത് നമുക്ക് മറ്റേ അട ചെത്താനും റാണിസെല്ലുകളെ കുത്തിക്കളയാനും കൂട് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ അത് അടക്കത്തിൽ നമുക്ക് തീർച്ചയായിട്ടും വേണം. ഇതെവിടെ വാങ്ങിക്കാൻ കിട്ടും? എല്ലാം ഇവിടെ ഉണ്ട്. സാധനമുണ്ട്, ഇവിടെ തന്നെ ഉണ്ട്. എല്ലാ സാധനങ്ങളും ഉണ്ട്. സ്മോക്കർ എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈച്ച എങ്ങനെയായാലും കുത്തും. നമ്മൾ എത്ര നല്ലതുപോലെ കൈകാര്യം ചെയ്ത് കഴിഞ്ഞാലും കുത്തുണ്ടായിരിക്കും. ആ കുത്തിൽ നിന്നൊരു അതിനെ ഒന്ന് അടക്കാൻ വേണ്ടിയിട്ട്, ശാന്തമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ് ഈ സ്മോക്കർ എന്ന് പറയുന്നത്. ഈ സ്മോക്കർ കത്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ചവരി അടിയിടുക. അടിയിട്ടിട്ട് കുറച്ച് ചവരിക്കകത്ത് നമ്മൾ തീ കൊടുക്കുക. ഇത് നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ഈ ഹോളിൽ കൂടെയുള്ള കാറ്റ് ഈ ഹോളിലേക്ക് അടിച്ച് നമ്മൾ തീ അടുപ്പിലൊക്കെ തീ ഇടത്തില്ലേ, അതേ പ്രവർത്തനം തന്നെ. ഇത് നമ്മളിതിനെ അടയ്ക്കുക. അടച്ചിട്ട് പുകയ്ക്കുമ്പോൾ വരുന്നുണ്ട്. ഇത് നമ്മുടെ ഒരു തേനീച്ച കർഷകൻ ഉണ്ടായിരിക്കണം. ഇതുണ്ടായിരിക്കണം, എക്സ്ട്രാക്ടർ ഉണ്ടായിരിക്കണം, അടക്കത്തി ഉണ്ടായിരിക്കണം. പിന്നെ വേറൊന്നാണ് നമ്മുടെ മുഖത്തൊന്ന് ഈച്ച കുത്താതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മുഖം സേഫായിരിക്കും. കയ്യിലൊക്കെ കുത്തിട്ടുമായിരിക്കും. അതിന് നമുക്ക് ഗ്ലൗസ് ഇടാം. ദേഹത്ത് കുത്താതിരിക്കാൻ വേണ്ടി കോട്ടിടാം. അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ ഈ കാലാവസ്ഥയ്ക്ക് ഭയങ്കര ചൂടാണ്. അതൊന്നും ഉപയോഗിക്കാറില്ല. പുക തന്നെ വലുതായിട്ട് കൊടുക്കാറില്ല. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് മുഖം സേഫായിട്ടിരിക്കും. ഇത് മുഹാവരണി എന്ന് പറയും, ബി വൈൽ. പ്രധാനമായിട്ടും ഇന്ത്യയിൽ 5 തരത്തിലുള്ള തേനീച്ചകളാണുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകൃതിയിലുള്ള നെക്ടറിനെ ശേഖരിച്ച് അവരുടെ ശരീരത്തൂടെ കടത്തിവിട്ട് തേനാക്കി മാറ്റി സ്റ്റോർ ചെയ്യുന്ന 5 തരത്തിലുള്ള തേനീച്ചകളാണുള്ളത്. ഒന്ന് നമ്മുടെ പെരുന്തേനീച്ച എന്ന് പറയും. 2 കോൽ തേനീച്ച എന്ന് പറയും. 3 ഇറ്റാലിയൻ തേനീച്ച എന്ന് പറയും. 4 ഇന്ത്യൻ തേനീച്ച എന്ന് പറയും. 5 ചെറുതേനീച്ച എന്ന് പറയും. ഈ 5 തരത്തിലുള്ള തേനീച്ചകളിൽ 3 എണ്ണത്തിനെ നമുക്ക് ഇണക്കി വളർത്താൻ പറ്റത്തുള്ളൂ. ഇണങ്ങത്തില്ല, നമുക്കതിനെ വളർത്തി പരിശീലിക്കാൻ പറ്റത്തുള്ളൂ. 5 തേനീച്ചയിൽ 3 എണ്ണത്തിനെ മാത്രമേ നമുക്ക് വളർത്താൻ പറ്റത്തുള്ളൂ. 2 എണ്ണത്തിനെ നമുക്ക് വളർത്താൻ പറ്റത്തില്ല. വളർത്താൻ പറ്റാത്ത തേനീച്ച എന്ന് പറയുന്നത് പെരുന്തേനീച്ച, കോൽത്തേനീച്ച. കോൽത്തേനീച്ച നമ്മൾ ചിലപ്പം കണ്ടു കാണും. എൻ്റെ നമ്മളെ ഈ ചെറിയ ചെറിയ കുറ്റിച്ചെടികളുടെയൊക്കെ കൊമ്പുകളിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കും, ഒരു കൈപ്പത്തിയുടെ വലുപ്പത്തിൽ. അത് ഒറ്റ അടയിലായിരിക്കും അത് ജീവിക്കുന്നത്.
അതുപോലെ തന്നെയാണ് പെരുന്തേനീച്ച. അതിനെ നമ്മൾ സർവ്വസാധാരണമായിട്ട് കണ്ടിട്ടുണ്ട് മറ്റേ പാലത്തിൻ്റെയൊക്കെ അടിയിൽ വലിയ വലിയ ബിൽഡിങ്ങുകളുടെയൊക്കെ ഷെയ്ഡിൻ്റെ കീഴിൽ വലിയ മരങ്ങളുടെയൊക്കെ കീഴിലൊക്കെ ഈ പെരുന്തേനീച്ച കാണും. അതും ഒറ്റ റാഗലായിട്ടാണ് കാണുന്നത്. ഈ രണ്ടെണ്ണവും രണ്ട് തരത്തിലുള്ള തേനീച്ചയും തുറസായ സ്ഥലത്ത് ജീവിക്കാൻ വേണ്ടി ഇഷ്ടപ്പെടുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അടഞ്ഞ കൂടുകളിൽ പാർക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടപ്പെടുന്ന ഈച്ചകളല്ല. ബാക്കി വരുന്ന 3 തേനീച്ചയാണ് ഇറ്റാലിയൻ തേനീച്ച, ഇന്ത്യൻ തേനീച്ച, ചെറുതേനീച്ച എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ വളർത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ തേനീച്ചയാണ്. നമ്മൾ ഇന്ത്യൻ തേനീച്ചയെക്കുറിച്ചാണ് നമ്മൾ കൂടുതലായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നത്. അതിനെ കണ്ടു കാണും. അതിനെയാണ് നമ്മൾ കൂടുതലായിട്ട് വളർത്തുന്നത്. പിന്നെ അതുപോലെ തന്നെ ചെറുതേനീച്ച, അതിനെ നമുക്ക് പരിചരിച്ച് നമുക്ക് അതിൽ നിന്നൊക്കെ ആദായം കണ്ടെത്താൻ പറ്റും. പിന്നെ വരുന്ന ഇറ്റാലിയൻ തേനീച്ച എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ അതിൻ്റെ വളർച്ചയുണ്ട്. പക്ഷേ അതിൻ്റെ തേൻ്റെ സീസൺ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും ദേശാടന പക്ഷികളൊക്കെ വന്നിട്ട് ഇതിനെ പിടിച്ച് കൂട്ടത്തോടെ ആക്രമിച്ചിട്ട് കൂട്ടിൽ ഈച്ചകളുടെ അളവിൽ കുറവ് വരുന്ന അങ്ങനെ കോഴിന് നശിച്ചു പോവുക ചെയ്യും. അതുകൊണ്ട് നമ്മൾ കേരളത്തിൽ ഇതിനെ കൂടുതലായിട്ട് വളർത്താറില്ല. പക്ഷേ വടക്കേ ഇന്ത്യയിലൊക്കെ ഈ ഇറ്റാലിയൻ തേനീച്ചയെ വളർത്തുന്നുണ്ട്. തേനിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രകൃതിയിലുള്ള തേനിനെ നമുക്ക് ഡയറക്റ്റ് ശേഖരിക്കാൻ പറ്റത്തില്ല. ഡയറക്റ്റ് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന തേൻ 100% സുക്രോസാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സുക്രോസ് എന്ന പഞ്ചസാരയാണ് നമ്മുടെ നെക്ടറിനകത്തുള്ളത്. പൂന്തേൻ അല്ലെന്നുണ്ടെങ്കിൽ മധു എന്ന് പറയും. ഈ സുക്രോസിനെ ഈ തേനീച്ചകൾ കുടിച്ച് അതിൻ്റെ ശരീരത്തിലൂടെ കടത്തി അതിൻ്റെ ദഹനരസങ്ങളുമായി സംയോജിച്ച് അതിനെ ഈ സുക്രോസിനെ വിഘടിപ്പിച്ച് ലെക്ടോസ്, ഫെക്ട്രോസ് എന്നുള്ള 2 ലഘു തന്മാത്രകളാക്കി മാറ്റി അതിനെ വിഘടിപ്പിച്ച് ദഹിപ്പിച്ച് കൊണ്ടുവരുന്ന ഒരു പ്രോസസ്സാണ് തേൻ. നമ്മുടെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന തേനും പ്രകൃതിയിൽ ഉള്ള തേനും കൂട്ടിൽ നിന്ന് കിട്ടുന്ന തേനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന തേന് 100% സുക്രോസാണ്. അതിനെ വിഘടിപ്പിച്ചിട്ടാണ് അവരുടെ ഈ തേൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തേനീച്ചകൾക്ക് ഈ തേൻ ഉൽപ്പാദനത്തിൽ ഒരു പ്രത്യേക ഒരു പങ്കുണ്ടെന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകൃതിയിലുള്ള തേനെ അതുപോലെ തന്നെ കൂട്ടിക്കൊണ്ടൊന്നും ശേഖരിക്കുകയല്ല. അവരുടെ ശരീരത്തിലൂടെ കടന്ന് അതിനെ വിഘടിപ്പിച്ചിട്ട് വീണ്ടും വിഘടനം പല ഈച്ചകൾ കൈമാറി വിഘടനം സംഭവിച്ചിട്ടാണ് നമുക്ക് കൂട്ടിൽ തേൻ കിട്ടുന്നത്. അന്നേരം കൂട്ടിൽ കിട്ടുന്ന തേനെന്ന് പറയുന്നത് ഏതാണ്ട് ഒരു 5% താഴെ പഞ്ചസാരയുള്ള തേനായിരിക്കും. ബാക്കി പഞ്ചസാരയുടെ പൂരിത കണങ്ങളായ ലെക്ടോസും ഫെക്ട്രോസും ആയിരിക്കും. മധുരമാണ്, പക്ഷേ ലെക്ടോസും ഫെക്ട്രോസും ആയിരിക്കും കൂട്ടി കിട്ടുന്ന തേനിനകത്ത് അടങ്ങിയിരിക്കുന്നത്. 5% താഴെയുള്ള സുക്രോസാണ് തേനിനകത്ത് അടങ്ങിയിരിക്കുന്നത്. അങ്ങനൊരു പ്രവർത്തനം നടക്കുമ്പോഴാണ് നമുക്ക് കൂട്ടി കിട്ടുന്ന തേനായിട്ട് കിട്ടുന്നത്. അല്ലാതെ നമുക്ക് പ്രകൃതിയിൽ നിന്ന് നമുക്ക് നെക്ടർ കിട്ടും. നമുക്ക് വാഴക്കൂമ്പിൽ നിന്നൊക്കെ നെക്ടർ കിട്ടും. പക്ഷേ അത് 100% സുക്രോസ് അടങ്ങിയതാണ്. തേനിന് വേണ്ടിയിട്ടാണ് ഈ കൂടുകൾ വളർത്തുന്നത്. പക്ഷേ അതിൽ നമുക്ക് എക്സ്ട്രാ ഉൽപ്പന്നമായ മെഴുക്, പൂമ്പൊടി, റോയൽ ജെല്ലി, ദീവനം അങ്ങനെയുള്ള ഐറ്റംസൊക്കെ നമുക്ക് കൂട്ടിൽ നിന്ന് കിട്ടും. ദീവനവും റോയൽ ജെല്ലിയൊക്കെ എടുക്കാനുള്ള സംവിധാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കില്ല. അത് കൂടുതലായിട്ടും എടുക്കുന്നത് അവർ ഇറ്റാലിയൻ തേനീച്ചയിൽ നിന്നാണ്. പക്ഷേ ഇന്ത്യൻ തേനീച്ചയിൽ നിന്ന് വാക്സും എടുക്കുന്നുണ്ട്, തേനും എടുക്കുന്നുണ്ട്. ഇത് കുട്ടിയിൽ നിന്ന് ബീവനം കിട്ടുന്നു. ബീവനമാണ് ഏറ്റവും കൂടുതലും വിലയുള്ളത്. ബീവനം അത് ആകാത്ത ദമ്പതികൾക്ക് കുട്ടികളുണ്ടാകാൻ വേണ്ടിയിട്ട് ഈ റോയൽ ജെല്ലി, പൂമ്പൊടി, തേന് മിക്സ് ചെയ്ത് കഴിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈന്തപ്പഴം അവിടെ ചേർത്ത് കഴിക്കുന്നത് നല്ലതാണെന്നാണ്. പിന്നെ ബീ വാക്സ് നമ്മുടെ ശരീരത്തിൻ്റെ രക്തഓട്ടം കൂട്ടാൻ വേണ്ടിയിട്ട് ബീ വാക്സ് ക്രീമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തേൻ ദഹിച്ച ഒരു പദാർത്ഥമായതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തേക്ക് പെട്ടെന്ന് രക്തത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തേന് മറ്റു മരുന്നുകളോടെ കഴിക്കുന്നുണ്ട്. തേനീച്ച വളർത്തുന്നതുകൊണ്ട് തന്നെ നമുക്ക് വലിയ നേട്ടങ്ങളാണുള്ളത്. ഈ എക്സ്ട്രാ വരുമാനമൊക്കെ നമുക്ക് ഇതിനകത്ത് നേടാൻ പറ്റും മറ്റുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയിട്ട്. അതിൻ്റെ മിക്കവാറുള്ള ഐറ്റംസ് എല്ലാം നമ്മൾ റെഡിയാക്കി അതിനോടനുബന്ധപ്പെട്ടിട്ടുള്ള സാധനങ്ങളെല്ലാം
ഇവിടെ തന്നെ സെയിൽ ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ റബ്ബർ ബോർഡിൻ്റെ ട്രെയിനിങ് നടത്തുന്നുണ്ട്, തേനീച്ച വളർത്തലിനെ കുറിച്ച്. അത് 1 വർഷത്തെ കോഴ്സാണ്. 1 വർഷം എന്ന് പറയുമ്പോൾ 24 ക്ലാസ്, ഒരു മാസം 2 ക്ലാസ് വെച്ചിട്ട് ആ രീതിയിലാണ് നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ 2 ക്ലാസ്സിൽ ഓരോ മാസവും നമുക്ക് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ, ഒരു കൂട്ടിൽ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ ലൈവായിട്ട് കാണിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലാതെ നമ്മൾ ഒരു ദിവസം 2 ദിവസം 3 ദിവസം 5 ദിവസം ക്ലാസ് കേട്ടിട്ട് നമ്മൾ തേനീച്ച വളർത്തൽ തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പം നമുക്കത് വിജയിക്കണമെന്നില്ല. പക്ഷേ തേനീച്ചകൾ നമ്മൾ പരിചരിച്ച് ഓരോ മാസവും ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയെടുക്കുമ്പം തീർച്ചയായിട്ടും നമുക്ക് അതിൽ നിന്നൊരു വിജയവും കണ്ടെത്താൻ പറ്റും, അതിൽ നിന്നൊരു വരുമാനവും കണ്ടെത്താൻ പറ്റും. തുറന്നു കഴിഞ്ഞാൽ ചാടും. ഇത് മാറ്റിക്കണം കേട്ടോ. ഓക്കെ, കയറിപ്പോയല്ലേ? എൻ്റെ നമ്പർ 9746258223. ഇത്രയും നേരം തേനീച്ചയെ പറ്റിയും തേനിനെ പറ്റിയും ഇത് സംഭരിക്കുന്നതിനെ പറ്റിയും ഇതിൻ്റെ നമുക്കുള്ള എല്ലാ സംശയങ്ങൾക്കും മറുപടി തന്നു നമ്മളടുത്ത് സഹകരിച്ച ചേട്ടനും. അപ്പം നിങ്ങൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും തേനീച്ച വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൻ്റെ എല്ലാ ടൂൾസും പെട്ടി, ചെറുതേനീച്ചയുടെ പെട്ടി എല്ലാം ഉണ്ട്. അപ്പം നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്താവശ്യത്തിനും ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ തേനീച്ചയെ പറ്റിയുള്ള പഠനമുണ്ട്. അതിനും നിങ്ങൾക്ക് ഈ ഒരു സമയം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ വരാവുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള നല്ല ഒരുപാട് വീഡിയോകൾ നമുക്ക് വീണ്ടും കാണാം. അടുത്ത പുതിയൊരു വീഡിയോയുമായി കാണുമ്പോഴേക്കും ഗുഡ് ബൈ.